Bosco Campus Vision. This is the 16th lecture on marketing management. This is Rashmi, Assistant Professor, Department of Commerce, Don Bosco College, Kotti. The last class we were discussed about the segmentation of consumer products. In today's session, we will discuss segmentation of industrial products. Industrial market consists of industrial users who make bulk purchase with a view to converting them into final products. അപ്പം ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകൾ എന്ന് പറയുന്നത്. ആ റോ മെറ്റീരിയൽസിനെയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ കൂടി നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചപ്പോൾ അതിലും കുറേ വേരിയബിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സിൻ്റെ സെഗ്മെൻറ്റേഷനിലും ഒരുപാട് വേരിയബിൾസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The industrial market, like a consumer market, is also made up of various market segments based on the following methods. First one is on the basis of kinds of business or activity. അതിൻ്റെ ബേസിൽ മാർക്കറ്റ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. Then geographical location of the user, then usual purchasing procedure, then size of the user. അങ്ങനെ ഈ 4 കാറ്റഗറൈസിൻ്റെ ബേസിലാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് us discuss each one in detail. Industrial markets can be segmented on the basis of kinds of business or activity. If the industrial house produce several products or services, their market can be segmented on the basis of the type of activity of business involved. ഒരു ഇൻഡസ്ട്രിയൽ ഹൗസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഫേം ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് ടൈപ്പിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെയും ബേസിലായിരിക്കും അതിനെ തരംതിരിക്കുന്നത്, അതിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് മാർക്കറ്റിനെ നമുക്ക് ഫയർ ഇൻഷുറൻസ്, ദെൻ മറൈൻ ഇൻഷുറൻസ്, ദെൻ ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സസ്, ഇങ്ങനെ നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കൈൻഡ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അതിൻ്റെ രീതിയിൽ സെഗ്മെൻറ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ യൂസർ. The way of conducting industrial marketing activities should have considerable variations on account of the variations in the factors such as climate, topography and so on. അപ്പം രണ്ടാമത്തെ ഒരു സെഗ്മെൻ്റാണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ യൂസർ. അതിൻ്റെ ബേസിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് നമുക്ക് എത്തിക്കേണ്ടതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിയാകും. ഒരു കുന്നിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആകും. സോ അതിൻ്റെ ബേസിൽ അങ്ങനെ ഒരു തരംതിരിവ്, അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനെയൊക്കെ ഈ ക്ലൈമറ്റ് അഫക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസും വേണം. അപ്പം അങ്ങനെ ഒരു സെഗ്മെൻറ്റേഷൻ വരുന്നു. അപ്പം യൂസേഴ്സിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ്. നെക്സ്റ്റ് സെഗ്മെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ സെഗ്മെൻറ്റേഷൻ. അടുത്തത് യൂഷ്വൽ പർച്ചേസിങ് പ്രൊസീജിയറിൻ്റെ ബേസിലാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ജനറലി ഇൻഡസ്ട്രിയൽ ബയേഴ്സ് ആർ സിസ്റ്റമാറ്റിക് ബയേഴ്സ് വെൻ കമ്പയർഡ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. But even among industrial buyers, there is
much difference in the amount of consideration given in the purchase of various items. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റേഷൻ എടുത്തിരിക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? യൂഷ്വൽ പർച്ചേസിങ് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പം ഒരു വലിയൊരു എക്യുപ്മെൻറ്റ് ഒരു ഫേമിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം അതിന് ആ ഒരു വലിയൊരു എക്യുപ്മെൻറ്റ്സ് ആ ഒരു ഫേമിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം, അതുപോലെ തന്നെ ഹൈ എക്സിക്യൂട്ടീവ്സിൻ്റെ എല്ലാം അപ്രൂവലും എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു എന്തുവാണ്, ഒരു എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു റൊട്ടീൻ സ്വഭാവം കാണും. ഇപ്പം പേപ്പർ വേണം, അതുപോലെ തന്നെ സ്റ്റാപ്ലർ പിന്നുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു റൊട്ടീൻ സ്വഭാവമുള്ളതായിരിക്കും. അപ്പം അതിനൊന്നും തന്നെ വലിയ രീതിയിലുള്ള അപ്രൂവലും കാര്യങ്ങളും ഒന്നും വേണ്ടി വരത്തില്ല. അപ്പം അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകളെ സെഗ്മെൻറ്റ് ചെയ്യുന്നു, അതായത് യൂഷ്വൽ പർച്ചേസിങ് പ്രൊസീജിയേഴ്സിൻ്റെ ബേസിൽ. ലാസ്റ്റ് വൺ ആണ് സൈസ് ഓഫ് ദ യൂസർ. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഉള്ളൊരു ബേസാണ് സൈസ് ഓഫ് ദ യൂസർ. അതായത് സ്മോൾ ഷോപ്പാണോ, മെഷീൻ ഷോപ്പുകളാണോ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളാണോ, വലിയ ഇൻഡസ്ട്രിയൽ ജയൻസുകളാണോ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കും വേണമല്ലോ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകൾ, അതായത് റോ മെറ്റീരിയൽസ് അവർക്കും ആവശ്യമായിട്ടുണ്ട്. അപ്പം ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകൾ അത് അങ്ങനെ വാങ്ങിക്കുന്നവരുടെ ഒരു സെഗ്മെൻറ്റ്. അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയൽ ജയൻസുകൾ, വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകൾ അവർ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഒരു സെഗ്മെൻറ്റ്. അങ്ങനെയാണ് അടുത്ത ഒരു സെഗ്മെൻറ്റിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ സെഗ്മെൻറ്റൈസ് ചെയ്തിരിക്കുന്നത്. ദ സൈസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പർച്ചേസ് വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൈസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ യൂസർ. വലിയ ബൾക്ക് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇൻഡസ്ട്രീസിന് മതി, അതേസമയം സ്മോൾ പർച്ചേസ് ആണെങ്കിൽ അത് സ്മോൾ ഇൻഡസ്ട്രീസിന് മതി. സോ ദ യൂസേഴ്സ് മേ വേരി ഫ്രം ദ സ്മോൾ മെഷീൻ ഷോപ്പ് ടു ഇൻഡസ്ട്രിയൽ ജയൻസ്. So in today's session we discussed about the market segmentation on industrial products. Okay, the last class we were discussed the segmentation on consumer products. അപ്പം പ്രധാനമായിട്ടും ഈ രണ്ട് ബേസിസിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നും പറഞ്ഞ് രണ്ട് കാര്യങ്ങളിലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. ഇതിൽ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് വരുന്നത് എന്തൊക്കെ വേരിയബിൾസ് ആയിരുന്നു? ഡെമോഗ്രഫിക് വേരിയബിൾസ് വരും, ജോഗ്രഫിക് വേരിയബിൾസ് വരും, സൈക്കോഗ്രഫിക് വേരിയബിൾസ് വരും, ദെൻ ബിഹേവിയറൽ വേരിയബിൾസ് വരും. അത് ഇത്രയും കൂടെ ചേരുന്നതാണ് കൺസ്യൂമർ പ്രോഡക്ട്സ് സെഗ്മെൻറ്റേഷൻ. പിന്നെ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൽ 4 കാര്യങ്ങളുടെ ബേസിലാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർ ആക്ടിവിറ്റി, ദെൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ യൂസർ, ദെൻ യൂഷ്വൽ പർച്ചേസിംഗ് പ്രൊസീജിയർ, ദെൻ സൈസ് ഓഫ് ദ യൂസർ. ഇത്രയും ആകുമ്പോഴാണ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കവറാകുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സുകളിലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ലെക്ചർ 14 മുതൽ ലെക്ചർ 14, ലെക്ചർ 15, ലെക്ചർ 16 ഈ 3 ലെക്ചേഴ്സും ഒരുമിച്ച് വേണം പഠിച്ചു തീർക്കേണ്ടുന്നത്. ഇതൊരു എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്.